ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ആർമി റാലീസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സയൻസിൽ നിന്ന് ചോദിക്കുന്ന ടോപ്പിക്കാണ് സയൻറ്റിസ്റ്റുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് വർക്കൗട്ട് ചെയ്യാം. ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ എല്ലാവരും കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Who formulated the three laws of motion and the law of universal gravitation? ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യനിലുള്ള കൺവേർട്ടാണ് നോക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? 3 laws of motion കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരും അതിനോടൊപ്പം തന്നെ എന്താണ് പറഞ്ഞേക്കുക? ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. രണ്ടും കണ്ടുപിടിച്ചത് ഒരു സയൻറ്റിസ്റ്റ് ആണ്. ഈ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി സർ ഐസക് ന്യൂട്ടൺ, ദെൻ ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി, ദെൻ ഓപ്ഷൻ ഡി ജോഹാനസ് കപ്ലർ. അല്ലേ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. അല്ലേ, 3 ലോസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നു. അല്ലേ, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് ലോ ആണ്. സെക്കൻഡ് ലോ റിലേറ്റഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എന്നുള്ള അല്ലെ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഏത് ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലോ റിലേറ്റഡ് ആണ്. ഇനി തേർഡ് ലോ പറയുന്നത് എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെതായ എന്തുണ്ട്? പ്രതിപ്രവർത്തനമുണ്ട്. അല്ലേ, ഈ ഒരു തിയറി പറയുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. അന്നേരം നോക്കിയേ, ന്യൂട്ടൻ്റെ 3 ലോസുകളും അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനും കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് തെറ്റാതെ പറയേണ്ടത്? ഓപ്ഷൻ ബി സർ ഏതാണ്? ഐസക് ന്യൂട്ടൺ ആണ് എന്ത് ചെയ്യുക? ലോസ് ഓഫ് മോഷനും അതുപോലെ തന്നെ എന്താണ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനും റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which scientist is famous for the equation E equal to mc² and the theory of general relativity? എന്താണ് പറഞ്ഞേക്കുന്നത്? ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ E equal to mc² എന്ന് പറയുന്ന ഇക്വേഷനും അതുപോലെ തന്നെ എന്താണ് തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നീൽസ് ബോർ, ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക്, ദെൻ ഓപ്ഷൻ സി ആൽബർട്ട് ഐൻസ്റ്റീൻ, ദെൻ ഓപ്ഷൻ ഡി റിച്ചാർഡ് ഫെയ്മാൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് E equal to mc², എനർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ഓപ്ഷൻ സി ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്. ക്ലിയർ ആണോ? സയൻറ്റിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who discovered the electron in 1897 using cathode rays tubes? എന്താണ് പറയുക? കാഥോഡ് റേസ് ട്യൂബ് അനുസരിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് താഴെ തന്നിരിക്കുന്നത് ഏത് സയൻറ്റിസ്റ്റ് ആണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ആറ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. അല്ലേ, ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുക? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ദെൻ ന്യൂട്രോൺ. അല്ലേ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രലായിട്ട് കാണപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ന്യൂട്രോൺ ആണ് ന്യൂട്രലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ്? ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? അല്ലെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് എന്തുപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? യൂസിങ് കാഥോഡ് റേസ് ട്യൂബ് ഉപയോഗിച്ച് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിന്റെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി ജെ തോംസൺ, ദെൻ ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്ക്, ദെൻ ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ. അല്ലെ, ജോൺ ഡാൾട്ടൺ ആണെങ്കിൽ എന്താണ്? ആറ്റം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ജോൺ ഡാൾട്ടൺ ആണ് എഴുതേണ്ടത്. അല്ലേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോൺ. അല്ലെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? തെറ്റാതെ പറയണം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മേരി ക്യൂറി ഈസ് renovated for her work on radioactivity and for discovering
വിച്ച് 2 എലമെന്റ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? 2 എലമെന്റ്സിന്റെ ഡിസ്കവറിയുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ് മേരി ക്യൂറി എന്നറിയപ്പെടുന്നത്. എന്ത് കണ്ടുപിടിച്ചു? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? മേരി ക്യൂറിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? വർക്ക് ഓൺ റേഡിയോ ആക്ടിവിറ്റി ആൻഡ് ഫോർ ഡിസ്കവറിംഗ് വിച്ച് 2 എലമെന്റ്സ്. 2 കണ്ടുപിടിച്ച എലമെന്റ്സ് അല്ല, വ്യക്തി കണ്ടുപിടിച്ച 2 എലമെന്റ്സ് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ യുറേനിയം ആൻഡ് തോറിയം, ഓപ്ഷൻ ബി ഹീലിയം ആൻഡ് നിയോൺ, ഓപ്ഷൻ സി റേഡിയം ആൻഡ് പൊളോണിയം, ദെൻ ഓപ്ഷൻ ഡി കാർബൺ ആൻഡ് നൈട്രജൻ. ഏതായിരിക്കും? റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഹീലിയവും നിയോണും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. കാർബണും നൈട്രജനും എന്താണ്? റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അതിനെയും കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഏതാണ്? യുറേനിയം, തോറിയം, അതുപോലെ തന്നെ എന്താണ്? റേഡിയം ആൻഡ് പൊളോണിയം ആണ്. നോക്കിയ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റേഡിയം ആൻഡ് പൊളോണിയം ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഫിസിക്സ് ഈസ് കൺസിഡർ ദ ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ റിയാക്ടർ ഫോർ ക്രിയേറ്റിംഗ് ദ ഫസ്റ്റ് കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ആദ്യമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ എന്താണ്? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ റിയാക്ടർ എന്നറിയപ്പെടുന്നതും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വ്യക്തിയാണ്? ഓപ്ഷൻ എ എർണിക്കോ ഫെർമി, ദെൻ ഓപ്ഷൻ ഡി റോബർട്ട് ഓപ്പൻഹൈമർ, ദെൻ ഓപ്ഷൻ ഡി വേർണർ ഹൈസൻബർഗ്, ദെൻ ഓപ്ഷൻ ഡി ലിയോ സെയിൻലാൻഡ്. നോക്കി ഇതിനകത്ത് നോക്കി ആരായിരിക്കും? നോക്കി ഫസ്റ്റ് കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഏത് സയന്റിസ്റ്റിന്റെ പേരാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ആരാണ്? എർണിക്കോ ഫെർമി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഈ സയന്റിസ്റ്റുകളെല്ലാം നമുക്ക് എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവരുടെ പേരൊന്നും മറക്കാതെ പഠിക്കണം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ഡിസ്കവേർഡ് ദാറ്റ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ഇൻഡ്യൂസ് ആൻ ഇലക്ട്രിക് കറണ്ട്. എന്താ പറഞ്ഞത്? ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് അല്ലെങ്കിൽ ഇത് എന്താണ് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. അലക്സാൻഡ്രോ വോൾട്ട, ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ, ഓപ്ഷൻ സി ആൻഡർ മേരി ആപ്പിയർ, ദെൻ ഓപ്ഷൻ ഡി ജോക്ക് ഓമർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അറിയാമോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് സയന്റിസ്റ്റ് പ്രപ്പോസ് ദ ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം where electrons orbit the nucleus is discrete energy levels. എന്താണ് പറഞ്ഞേക്കുക? എനർജി ലെവൽസ് അല്ലെങ്കിൽ നമ്മുടെ ഓർബിറ്റ്സിനകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം പറഞ്ഞ എന്താണ്? ബോർ മോഡൽ അല്ലേ ഓഫ് ദ ആറ്റം കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നീൽസ് ബോർ, ഓപ്ഷൻ ബി എർവിൻ ഷോൾഡിഞ്ചർ, ദെൻ ഓപ്ഷൻ സി ലൂയിസ് ഡി ബ്രോഗ്ലി, ദെൻ ഓപ്ഷൻ ഡി മാക്സ് ബോൺ. 4 സയന്റിസ്റ്റുകളുടെ പേരാണ് തന്നേക്കുന്നത്. നോക്കി എന്താണ്? ബോർ മോഡലുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് ബോർ മോഡൽ എന്ന് വെച്ചാൽ ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആറ്റത്തിന്റെ മോഡലാണ് ബോർ മോഡൽ എന്നറിയപ്പെടുന്നത്. ഈ ബോർ മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആരായിരിക്കും ആൻസർ? ഓപ്ഷൻ എ എന്താണ്? നീൽസ് ബോർ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെ സെന്റർ പോർഷനിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നും ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നുണ്ടെന്നും അതിനോടൊപ്പം തന്നെ എന്താണ്? ന്യൂക്ലിയസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റും ഒരു അല്ലെ ഇമാജിനറി പാത്ത് ഉണ്ട്. അതിനെ ഷെൽസ് എന്നും ഓർബിറ്റൽസ് എന്നും പറയുന്നുണ്ട്. ഈ ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഇന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? നമുക്ക് എന്താണ്? മോഡേൺ ആയിട്ടുള്ള ബോർ തിയറി അല്ലെങ്കിൽ എന്താണ്? നീൽസ് ബോർ കണ്ടുപിടിച്ച് ആറ്റത്തിന്റെ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കി ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ഈസ് ക്രിയേറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് എക്സ്റേസ് ഇൻ 1895. എക്സ്റേ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. 2 തരത്തിലുള്ള എക്സ്റേസ് ആണ്. സോഫ്റ്റ് എക്സ്റേസും ഉണ്ട്, ഹാർഡ് എക്സ്റേസും ഉണ്ട്.
സോഫ്റ്റ് എക്സ്റേസ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോണിനകത്തൊക്കെ എന്തെങ്കിലും ക്രാക്സോ അല്ലെങ്കിൽ പൊട്ടലൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റ് എക്സ്റേസ് എന്നറിയപ്പെടുന്നത്. ഹാർഡ് എക്സ്റേസ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഹാർഡ് എക്സ്റേസ് ആണ്. നോക്കി, ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുന്നത് ഹൂ ക്രിയേറ്റഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് എക്സ്റേസ്. എക്സ്റേസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം, ഹെൻറി ബെക്വാറൽ, ദെൻ ഓപ്ഷൻ ഡി വിൽട്ടം കോർണഡ് റോഞ്ചർ, ദെൻ ഓപ്ഷൻ ഡി തോമസ് എഡിസൺ, ദെൻ ഓപ്ഷൻ ഡി നിക്കോള ടെസ്ല. ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം ആരാണ്? റോഞ്ചൻ ആണ് എന്ത് ചെയ്യുക? എക്സ്റേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റ്. അന്നേരം ഏതാണ് നമുക്ക് എഴുതേണ്ട ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? 8 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഫിസിസ്റ്റ് യൂണിഫൈഡ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ലൈറ്റ് ഇൻടു എ സിംഗിൾ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. എന്താ പറഞ്ഞേക്കുന്നത്? ഏത് ഫിസിസ്റ്റ് ആണ് എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ലൈറ്റ് ഇൻടു എ സിംഗിൾ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസത്തിനെ കുറിച്ച് ഒരു സിംഗിൾ തിയറി ആയിട്ട് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, ഓപ്ഷൻ ബി ഹെൻറിച്ച് ഹെഡ്സ്, ദെൻ ഓപ്ഷൻ സി ലോർഡ് കെൽവിൻ, ദെൻ ഓപ്ഷൻ ഡി ചാൾസ് അഗസ്റ്റ്യൻ ഡി കൂളംബ്. ഏതായിരിക്കും ആൻസർ? ഒന്നും നോക്കണ്ട, തെറ്റരുത്. ഏതാണ്? ഓപ്ഷൻ എ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ, ദ ന്യൂട്രലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ അറ്റോമിക് ന്യൂക്ലിയസ്. അല്ലേ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് നെഗറ്റീവ് പാർട്ടിക്കിൾ ആയിട്ടുള്ള എന്ത് കാണപ്പെടുന്നുണ്ട്? ന്യൂട്രോൺസ് കാണപ്പെടുന്നുണ്ട്. അല്ലെ, നെഗറ്റീവ് പാർട്ടല്ല, സോറി, എന്താണ്? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ന്യൂട്രൽ ആയിട്ട് കാണപ്പെടുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് എന്തെന്നറിയപ്പെടുക? ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത്. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് താഴെ തന്നിരിക്കുന്നത് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്ക്, ദെൻ ഓപ്ഷൻ സി എൻറിക്കോ ഫെർമി, ദെൻ ഓപ്ഷൻ ഡി മ്യൂറി ജെൽഗ്മാൻ. അല്ലേ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതാണ് ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്ക് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതും എല്ലാം നമുക്ക് ഈ ഒരു ചാനലാണ്. നമ്മുടെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും PDF എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ ആരും ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും എന്തിൻ്റെയും എന്ത് ചെയ്യുക, മെയിൻ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നത് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Okay, another question is, which scientist is known for the uncertainty principle, starting the position and the momentum of a particle cannot both be known exactly. എന്തിനാ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എന്താ പറഞ്ഞേക്കുക? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുമ്പോൾ പഠിക്കുന്ന ടേം ആണ്. എന്തിനാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്? ഏത് സയന്റിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഏതാണ്? വെർണർ ഹെയ്സൻബർഗ്, ദെൻ ഓപ്ഷൻ ഡി വോൾഫ്ഗാങ് പോളി, ദെൻ ഓപ്ഷൻ സി മാക്സ് പ്ലാങ്ക്, ദെൻ ഓപ്ഷൻ ഡി പോൾ ഡർക്ക്. ഏതായിരിക്കും ആൻസർ? ഏതാണ്? നോക്കി, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹെയ്സൻബർഗ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് റെക്കോർഡ് സെക്ഷനായിട്ട് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പേപ്പറും റിവിഷൻ ക്ലാസ്സുകളും വീക്ക്ലി എക്സാംസുകളും നമ്മൾ നടത്തുന്നതാണ്. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്നറിയപ്പെടുന്നത് ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇത്രയും കോഴ്സുകൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും ആയി കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ക്വാണ്ടം തിയറി? എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വാണ്ടം തിയറിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക്, ദെൻ ഓപ്ഷൻ സി എർവിൻ ഷോൾഡിഞ്ചർ, ദെൻ ഓപ്ഷൻ ഡി റിച്ചാർഡ് ഫെയ്മാൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എന്താണ് പറഞ്ഞേക്കുക? ഫാദർ ഓഫ് ക്വാണ്ടം തിയറി അല്ലെ ഫാദർ ഓഫ് ക്വാണ്ടം തിയറി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക് ആണ്. ഇതെന്ന് പറയുക ക്വാണ്ടം തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാക്സ് പ്ലാങ്ക് ആണ്. എന്താണ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത് വെച്ചാൽ എന്താണ്? എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് അല്ലെ, എനർജീസ് എന്ത് ചെയ്യുന്നു? പാക്കറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെ ക്വാണ്ടം എന്നറിയപ്പെടുന്നുണ്ട്. ഈ തിയറിയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? എന്താണ്? ക്വാണ്ടം തിയറി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ക്വാണ്ടം തിയറി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സയന്റിസ്റ്റ് യൂസ്ഡ് എ ടെലസ്കോപ്പ് ടു ഡിസ്കവർ ദ 4 ലാർജസ്റ്റ് മൂൺസ് ആൻഡ് ജൂപ്പിറ്റർ സപ്പോർട്ടിംഗ് ടു ദ ഹെലിയോസെൻട്രിക് മോഡൽസ്? എന്താ പറഞ്ഞേക്കാം? വിച്ച് സയന്റിസ്റ്റ് യൂസ്ഡ് ടെലസ്കോപ്പ് ടു ഡിസ്കവർ ദ ലാർജസ്റ്റ് മൂൺസ് ഓഫ് ജൂപ്പിറ്റർ അല്ലെ, ജൂപ്പിറ്ററിനകത്തൊക്കെ കാണപ്പെടുന്ന ലാർജസ്റ്റ് മൂൺസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിക്കോളാസ് കോപ്പർനിക്കസ്, then option D Tycho Brahe, then option C Galileo Galilei, then option D ക്രിസ്റ്റ്യൻ ഹൈജൻസ് അല്ലെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ടെലസ്കോപ്പായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഡിസ്കവറീസ് അല്ലെ, മൂൺസിൻ്റെ ഒക്കെ ഡിസ്കവറീസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സയൻറ്റിസ്റ്റ് എപ്പോഴും ആരായിരിക്കും? ഗലീലിയോ ഗലീലി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം ത്രൂ എ ഫേമസ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി എന്ത് ചെയ്യുകയാണ്? ആറ്റത്തിന്റെ സെന്റർ പോർഷൻ ആയിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യുന്നു? ഗോൾഡ് ഫോയിലിനകത്തൂടെ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യുകയാണ്? കുറേ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രൈറ്റ് ആയിട്ട് പോവുകയും കുറച്ച് എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് വളഞ്ഞ രീതിയിൽ പോവുകയും ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? ബൗൺസ് ബാക്ക് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട് അല്ലേ. ആ ബൗൺസ് ബാക്ക് ആയിട്ട് വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ചാർജ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളും വന്നു ചേരുന്ന പാർട്ടിക്കിളും എന്താണ്? ഒരേ ചാർജ് ആയതുകൊണ്ടാണ് തിരിച്ച് ബൗൺസ് ചെയ്ത് പോയത്. അങ്ങനെയാണെങ്കിൽ ആ പോർഷനാണ് ന്യൂക്ലിയസ് ആയിട്ട് ആ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ആ സെയിം ന്യൂക്ലിയസ് ആണ് നമ്മൾ ആറ്റത്തിന്റെ സെന്റർ പോർഷനിലായിട്ട് നമ്മൾ പറയുന്നത്. അതേ നോക്കി, അതിന് നോക്കി ന്യൂക്ലിയസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി. ഓപ്ഷൻ എ അത് ഏത് എക്സ്പെരിമെന്റ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. സയന്റിസ്റ്റിന്റെ പേരുകൾ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി ജെ തോംസൺ, ദെൻ ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ, ദെൻ ഓപ്ഷൻ ഡി റോബർട്ട് മില്ലിക്കൻ. നോക്കി ഏതാണ് ആൻസർ വരിക? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് ചെയ്യുക? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിസിസ്റ്റ് ഡെവലപ്പ് ദ തിയറി ഓഫ് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്? എന്താണ് പറഞ്ഞേക്കുക? ആസ് വാസ് നോൺ ആസ് ദി ഫെയ്ൻമാൻ ഡയഗ്രംസ് അല്ലെ, ഫെയ്ൻമാൻ ഡയഗ്രംസ് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ്? ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് എന്നറിയപ്പെടുന്നതും ഏത് സയന്റിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. സ്റ്റീഫൻ ഹോക്കിംഗ്, ദെൻ ഓപ്ഷൻ ഡി റിച്ചാർഡ് ഫെയ്മാൻ, then option B മൗറി ഗെൽമാൻ, then option D റോബർട്ട് ഓപ്പൻഹൈമർ അല്ലെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് നോക്കി, എന്താണ് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ ബി റിച്ചാർഡ് ഫെയ്മാൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പം അതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൂ ഡിസ്കവർഡ് ദ ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ, സ്നെൽസ് ലോ റിലേറ്റഡ്. നമുക്കറിയാം ലൈറ്റിന്റെ പ്രസൻസ്, ലൈറ്റിന്റെ പല ഫിനോമിനസ് ആണ്. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, സ്കാറ്ററിങ്, ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമുകളാണ്. അത് നോക്കി അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? സ്നെൽസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചത്. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ലോ ആണ് സ്നെൽസ് ലോ എന്നറിയപ്പെടുക. അത് ഏത് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? റിഫ്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. നോക്കി ഏത് സയന്റിസ്റ്റ് ആണെന്ന് നോക്കാം നമുക്ക്. നോക്കി വില്ലിബോർഡ് സ്നെൽസ്, ഓപ്ഷൻ ബി റീനി ഡിസ്ക്രേറ്റഡ്, ദെൻ ഓപ്ഷൻ ഡി ക്രിസ്റ്റ്യൻ ഹൈജീൻസ്, ദെൻ ഓപ്ഷൻ ഡി തോമസ് എങ്ങം. നോക്കി എന്താണ് ആൻസർ? എന്താ വരിക? വില്ലിബ്രോഡ് എന്താണ്? സ്നെൽസുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറയുക സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സ്നെൽസ് ലോ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ലൈറ്റിന്റെ റിഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് എന്തെന്ന് പറയുക സ്നെൽസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സയന്റിസ്റ്റ് പ്രൂവ് ദാറ്റ് ലൈറ്റ് ആക്ട് ആസ് ആൻ വേവ് ത്രൂ ഹിസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്? നോക്കിയേ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ്. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോക്കിയേ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സർ ഐസക് ന്യൂട്ടൺ, തോമസ് യങ്, എന്താണ് ഓഗസ്റ്റീൻ ജീൻ ഫോർണസ്, ദെൻ ഓപ്ഷൻ ഡി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ഏതായിരിക്കും ആൻസർ? ഐസക് ന്യൂട്ടൺ ആണോ, തോമസ് യങ് ആണോ, അഗസ്റ്റീൻ ജീൻ ഫോർണസ് ആണോ, ദെൻ ഓപ്ഷൻ സി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഏതായിരിക്കും? ഓപ്ഷൻ ബി തോമസ് യങ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്? അല്ലെങ്കിൽ എന്താണ്? ഹബിൾസ് ലോ. നോക്കി, എന്താണ് ഹബിൾസ് ലോ? എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ്? യൂണിവേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? നോക്കി, ഹു ഡിസ്കവേർഡ് ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, അല്ലെ? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് ഈ ലോ ആണ് പറയുക. എന്താണ്? ഹബിൾസ് ലോ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഹബിൾസ് ലോ എന്ത് ചെയ്യുക? ഏത് സയന്റിസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്? നോക്കി, വേറ റൂബിൻ, ദെൻ ഓപ്ഷൻ ഡി എഡ്വിൻ ഹബിൾ, ദെൻ ഓപ്ഷൻ സി സിൽക്ക എന്താണ് പൈന ഗൊബറ്റ്സിക്കെ, ദെൻ ഓപ്ഷൻ സി ജോസ്ലിൻ ബെൽ ബേർണൽ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കി, എന്താണ് ഹബിൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഹബിൾസുമായിട്ട്, അല്ലെങ്കിൽ ഹബിൾസ് ലോ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് ആൻസർ? നോക്കി, എന്താണ്? ഏതായിരിക്കും? എഡ്വിൻ ഹബിൾ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹു ഡെവലപ്പ് ദാറ്റ് CAD through experiment to illustrate the paradox of quantum superposition? എന്താണ് ക്വാണ്ടം സൂപ്പർപൊസിഷൻ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, എർവിൻ ഷോൾഡിഞ്ചർ, ഓപ്ഷൻ ബി വേർണർ ഹെയ്സൻബർഗ്, ദെൻ ഓപ്ഷൻ സി മാക്സ് പ്ലാങ്ക്, ദെൻ ഓപ്ഷൻ ഡി നീൽസ് ബോർ. 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും പാരഡോക്സ് ഓഫ് എ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇലസ്ട്രേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്? എന്തായിരിക്കും ആൻസർ വരിക? എന്തായിരിക്കും റൈറ്റ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എർവിൻ ഷോൾഡിഞ്ചർ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സയന്റിസ്റ്റ് ഫോർമുലേറ്റഡ് ദ 3 laws of planetary motion? നോക്കി, എന്താണ്? പ്ലാനറ്ററി മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? 3 ലോസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ 3 ലോസ് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? കെപ്ലേഴ്സ് ലോസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? കെപ്ലേഴ്സിന് എത്ര ലോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു, 3 ന്യൂട്ടൺസിന്റെ ലോസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? പ്ലാനറ്ററി മോഡലുമായിട്ട് റിലേറ്റ് ചെയ്ത് കെപ്ലേഴ്സിന് എത്ര ലോസ് ഉണ്ട്? 3 ലോസ് ആണുള്ളത്. ഈ 3 ഫോർമുലാസ് അല്ലെങ്കിൽ എന്താണ് 3 ലോസ് ഫോർമുലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഗലീലിയോ ഗലീലി, ഓപ്ഷൻ ബി ജോഹാനസ് ക്ലെപ്പർ, ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ, ദെൻ ഓപ്ഷൻ ഡി നിക്കോളാസ് കോപ്പർനിക്കസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്? കെപ്ലറുമായിട്ട് റിലേറ്റ് ചെയ്ത ലോസ് ആണ് കെപ്ലേഴ്സ് ലോ എന്ന് അറിയപ്പെടുക. അന്നേരം ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, അല്ലെ? ജോഹാനസ് കെപ്ലർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നമ്മൾ 20 ക്വസ്റ്റ്യൻസും ആർമി എക്സാമുകൾക്ക് തയ്യാറായിട്ടിരിക്കുന്നവർക്ക് സയൻസ്, അല്ലെ? സയൻസിനകത്ത് സയന്റിസ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് 20 ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ വീഡിയോ എല്ലാവരും കാണുക. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതൊരു നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അല്ലേ, ഉള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യുക? അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.